കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഒരു വലിയൊരു കയ്യടി. നമസ്കാരം. നാം ഇപ്പോൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കുമല്ലോ. നാമജപത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കലിയുഗത്തിൽ. മഹായാഗങ്ങൾക്കും അപ്പുറമാണ് നാമജപം. ഇപ്പോൾ എവിടെയെങ്കിലും നാമജപം ഉണ്ടോ? എൻ്റെ കുട്ടിക്കാലത്ത് സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിച്ചിട്ട് മാത്രമേ പുസ്തകം എടുത്ത് പഠിക്കാൻ പോലും പെർമിഷൻ തന്നിട്ടുള്ളൂ. ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ എവിടെയെങ്കിലും നമ്മുടെ വീടുകളിൽ? സന്ധ്യയാകാൻ വേണ്ടി കാത്തിരിക്കും, ടി വിയിൽ സീരിയൽ കാണാൻ വേണ്ടി. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാരൊക്കെ പ്രാധാന്യം കൊടുക്കുക. കുട്ടികളാകട്ടെ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് വന്നാൽ അവർക്കൊരു മൊബൈൽ ഫോൺ മാത്രം മതി. ആ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് അവരുടെയും ലോകം. ഇവിടെ തന്നെ നമുക്ക് നോക്കാം, കുറച്ചു പേരാണ് ആകെ ഇവിടെ ഉള്ളത്. അതിൽ കുറച്ചു പേര് എന്തോ ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുപേരാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കുറച്ചുപേരാകട്ടെ മൊബൈൽ ഫോൺ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് എവിടെ പോയാലും കാണാൻ കഴിയുന്ന കാഴ്ച. ഇതിനൊരു മാറ്റം നമുക്ക് ആവശ്യമല്ലേ? കലിയുഗമാണ്. കലിയുഗത്തിൽ നാമം ജപിച്ചേ പറ്റുകയുള്ളൂ. നാമം ജപിച്ചില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഗുരുക്കന്മാരായ സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമി അവர்களுം ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നാടൊരു ആപത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഇന്ന് നാം എല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാദുരന്തങ്ങൾ. ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ നാമം ജപിക്കുമ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം നാമം ജപിക്കുക. വേദിയും സദസ്സും ഒന്നാകണം. ഒന്നായാൽ മാത്രമേ ഇത് പൂർണ്ണതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ദുർഗാദേവി അമ്മ ഇവിടെ വരണം. ഇവിടെ വന്ന് നമ്മളോടൊപ്പം ഇരുന്ന് നമ്മുടെ നാമജപം കേട്ട് ഈ നാടിനെ ഐശ്വര്യം വർദ്ധിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളോട് നാമം ജപിക്കുമ്പോൾ നമ്മളോടൊപ്പം നിങ്ങളെല്ലാവരും കൂടെ നാമം ജപിക്കണം. ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ അതിൻ്റെ സുഗന്ധം ഇവിടെ ഇരിക്കുന്ന നമുക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഈ പ്രദേശമാകെയും അത് കിട്ടുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെ കുടികൊള്ളുന്ന അമ്മയും. ഈ ദേശത്തിൻ്റെ അമ്മയാണ്. ഈ ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് അമ്മ ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് 2-2.5 മണിക്കൂർ നമ്മളിവിടെ നാമം ജപിക്കും. അത്രയും സമയവും നമ്മളോടൊപ്പം നിങ്ങളും സഹകരിക്കണം. ഇവിടെ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് 2 തുള്ളി കണ്ണുനീർ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാൻ. അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകും. ഇതൊരു ഐഡിയ സ്റ്റാർ സിംഗറോ ഒരു നാടൻ പാട്ടോ ഒന്നുമല്ല. ഇതൊരു നാമജപ യജ്ഞമാണ്. ഈ യജ്ഞത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പങ്ക് ഒരുപാട് വലുതാണ്. ഞങ്ങളെ കലാകാരന്മാരിവിടെ നാമം ജപിക്കുമ്പോൾ കൂടെ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നാമം ജപിക്കണം. ഈ നാമാർച്ചന പുരതലമ്മയുടെയും ശ്രീകൃഷ്ണഭഗവാന്റെയും ദുർഗാദേവിയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളും കൂടെ വരൂ, നാമം ജപിക്കൂ. അമ്മേ ശരണം, ദേവീ ശരണം. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം.
ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി